ഹായ് ഹലോ, വെൽക്കം ടു മല്ലു ഡ്രോൺ ട്രാവലർ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊളുക്കുമലയാണ്, മൂന്നാർ കൊളുക്കുമല. അപ്പോൾ നമ്മൾ രാവിലെ ഇന്നലെ വൈകിട്ട് ഇവിടെ മൂന്നാർ എത്തി, ചിന്നക്കനാലെത്തി സ്റ്റേ അടിച്ചിട്ട് ഇന്ന് രാവിലെ 4:30 ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ജീപ്പ് ഇവിടെ 2000 രൂപ കൊടുത്താൽ ഇവിടെ ജീപ്പ് ട്രിപ്പുണ്ട്. അത് ജീപ്പേ മാത്രമേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളൊക്കെ ബോറടിച്ച ആൾക്കാർ. അപ്പോൾ ഇന്ന് കൊളുക്കുമലയുടെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, വരുന്ന റൂട്ട്, കാര്യങ്ങൾ, അതിൻ്റെ ചാർജുകളെല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കൊളുക്കുമല ഇന്ന് നമുക്ക് കേരളത്തിലെ ഏറ്റവും നല്ല സൺറൈസ് ആണ് പറഞ്ഞത്. സൺറൈസ് നമ്മൾ കണ്ടത് ഏറ്റവും നല്ല സൺറൈസ് ആണ് ഇതുവരെ കണ്ടത്. ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന വഴിയാണ്, അന്നേരമാണ് ലൈറ്റൊക്കെ വന്ന് ഇപ്പോഴാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കൊളുക്കുമലയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, സമയം രാവിലെ 4:40, നേരം വെളുത്തിട്ടില്ല. ഞങ്ങളിത് ഇപ്പോൾ ചിന്നക്കനാലാണ്. ചിന്നക്കനാൽ തലേന്ന് വന്നിട്ട് റൂമൊക്കെ എടുത്ത് താമസിച്ചിട്ട് രാവിലെ ഞങ്ങൾ 4:30 ആയപ്പം ജീപ്പിൽ കയറിയിട്ട് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ സൂര്യനെല്ലി പോവുക, അവിടെ നിന്ന് കൊളുക്കുമല കയറുക. അപ്പം ഇതിൽ ജീപ്പ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജീപ്പ് നിങ്ങൾക്ക് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ മൂന്നാർ എത്തിയിട്ട് ഏതെങ്കിലും ഏജൻറ്റുമാരെ സമീപിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ജീപ്പ് അറേഞ്ച് ചെയ്ത് തരും. 2000 രൂപയാണ് ഒരു ജീപ്പിൻ്റെ വാടക എന്ന് പറയുന്നത്. വേറെ പൈസയൊന്നും എക്സ്ട്രാ ഇല്ല. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഏജൻറ്റുമാർ വഴി ജീപ്പ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് എടുക്കാവുന്നതാണ്. പക്ഷെ അത് ഇത്തിരി റിസ്ക് ഉണ്ട്. കാര്യം തിരക്കുള്ള ദിവസമാണെങ്കിൽ ചിലപ്പോൾ ജീപ്പ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നേരെ വന്നിട്ട് 2000 രൂപ ഇവിടെ ഈ കൗണ്ടറിൽ അടയ്ക്കണം. ഇത് ഗവൺമെൻറ് ഓഫീസാണ്, ഇത് ഫിക്സഡ് റേറ്റ് ആണ്. ഇവിടെ 2000 രൂപ അടച്ച് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്തിട്ട് നമുക്ക് കൊളുക്കുമലയ്ക്ക് പോകാൻ പറ്റും. ഈ തുടങ്ങുന്ന പോയിന്റിൽ നിന്ന് 13 കിലോമീറ്ററാണ് കൊളുക്കുമല വരെ. അതിൽ 4 കിലോമീറ്റർ നല്ല റോഡും അത് കഴിഞ്ഞ് 9 കിലോമീറ്റർ ഓഫ് റോഡുമാണ്. ഞങ്ങളങ്ങനെ വഴി കൂടെ കയറി തുടങ്ങി ഓഫ് റോഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഉറപ്പായിരുന്നു ഈ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റൂല, പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടുത്തെ വ്യൂ ഒരു രക്ഷ കാണത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ നിങ്ങൾ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയും കൂടെ കാണണം എന്തായാലും. അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തിയിട്ട് ജീപ്പ് പാർക്ക് ചെയ്തു. ആ പാർക്ക് ചെയ്തെടുത്ത് നിന്ന് 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ ഉള്ള കാഴ്ച ഇതാണ്. ഒരു റെഡ് വെളിച്ചം മാത്രം കാണാം, വേറൊന്നുമില്ല. അപ്പോൾ സമയം 6:30, 15 മിനിറ്റ് കൂടെ ഉണ്ടായിരുന്നു സൂര്യോദയത്തിന്. ഞങ്ങളൊരു 15 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. ഇരുട്ടിൻ്റെ മറ നീക്കി സൂര്യൻ ദേ പുറത്തേക്ക് വന്നു. വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല സൺറൈസ്, ഒരു രക്ഷയില്ലാത്തൊരു ഫീൽ. അവിടെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. 2 സൈഡിലും കുഴിയാണ്. അപ്പോൾ നടുക്കൂടുള്ളൊരു വഴി കൂടെ വേണം നടക്കാനായിട്ട്. കൂടിപ്പോൾ ഒരു 2 പേർക്ക് അറ്റ് എ ടൈം നടക്കാം, അത്രയും ചെറിയൊരു വഴിയാണ്. പിന്നെ അവിടെ നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. കാര്യം 6:30 ആകുമ്പോഴത്തേനും ജീപ്പ് അവിടെ എത്തും. ഒരു 7:15 ആകുമ്പോൾ തിരിച്ചു വരാനാണ് അവർ പറയുന്നത്. ഒരു അരമണിക്കൂർ സൺറൈസ് കണ്ട് നമ്മൾ തിരിച്ചു വരിക. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, ഒന്നും പറയാനില്ല. കാര്യം ശരിക്കും നമ്മൾ ഇമോഷണലായി പോയത് കണ്ടു കഴിഞ്ഞാൽ അതുമാതിരി ഒരു സൺറൈസ് ആണ്. അത്രയും ഹൈറ്റിൽ, അത്രയും പീക്കിൽ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പിന്നെ അതേ നിങ്ങളിപ്പോൾ ഫ്രെയിമിൽ കാണുന്നത് അത് മീശപ്പുലിമലയാണ്. മീശപ്പുലിമല എന്ന് പറഞ്ഞാൽ കൊളുക്കുമലയേക്കാളും ഹൈറ്റുള്ള ഏരിയയാണ്. കൊളുക്കുമല തന്നെ 8000 ഫീറ്റിലാണ് നിൽക്കുന്നത്. മീശപ്പുലിമല എന്ന് പറയുമ്പോഴത്തേക്കിനും 8400 ഫീറ്റ് ഹൈറ്റിലാണ്. അങ്ങനെ അവിടുത്തെ ഒരു മനോഹര കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാൻ മനസ്സിലായിരുന്നു. എങ്കിലും സമയം അതിക്രമിച്ചതുകൊണ്ട് 7:15 തിരിച്ചു വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ജീപ്പിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കിനും 8:30 അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലായിരുന്നു, കയറി വരുന്ന സമയത്ത് ഇരുട്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു തിരിച്ചു വരുമ്പം അതിമനോഹരമായൊരു കാഴ്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന്.
ആ ജീപ്പിലുള്ള വരവ് തന്നെ ഭയങ്കര രസമാണ്. ഈ കൊളുക്കുമലയെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും ഹൈറ്റുള്ള ടീ പ്ലാന്റേഷൻ ഇവിടെയാണ്. വളരെ ഭംഗിയുള്ള ഒരു തേയിലത്തോട്ടമാണ്. നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പല്ല, വളരെ ഭംഗിയുള്ള ഒരു തേയിലത്തോട്ടമാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഈ ഫ്രെയിമിൽ കാണുന്നത് ഇവിടുത്തെ ലയമാണ്. ലയം എന്ന് വെച്ചാൽ ഇവിടെയുള്ള തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് കാണുന്നത്. പിന്നെ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് അതിനത്ര ഒരു ഭംഗിയില്ല, എങ്കിലും ഞാനത് എടുത്തു. പിന്നെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സൂര്യനെല്ലിയിൽ നിന്ന് നിങ്ങൾക്ക് ജീപ്പ് മുഖേന മാത്രമേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. ജീപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനും പ്രൈവറ്റ് ജീപ്പ് പറ്റൂല. ഈ 2000 രൂപ അടിച്ച് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ജീപ്പിൽ മാത്രമേ പറ്റുള്ളൂ. ടോട്ടലി ഇവിടെ ഇപ്പം 130 ജീപ്പുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗവൺമെൻറ്റുമായിട്ട് രജിസ്റ്റർ ചെയ്തേക്കുന്ന 130 ജീപ്പുകൾ. ആ ജീപ്പുകൾക്ക് മാത്രമേ ഇവിടെ കയറി പോകാനായിട്ട് പെർമിറ്റ് ഉള്ളൂ. അപ്പം നല്ല തിരക്കുള്ളൊരു സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ ചിലപ്പം ഇത് കിട്ടിയെന്ന് വരില്ല. ഈ സൺറൈസിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരിക തന്നെ ചെയ്യണം. അങ്ങനെ ഒരു മനോഹരമായ തേയിലത്തോട്ടത്തിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. പിന്നെ അവിടെ ഞങ്ങൾ ബൈക്കൊക്കെ എടുത്തിട്ട് യാത്ര തുടങ്ങി. നിങ്ങളിപ്പോൾ ഫ്രെയിമിൽ കാണുന്നത് പൂപ്പാറ സൂര്യനെല്ലി റോഡാണ്. ഈ റോഡിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ സൂര്യനെല്ലിയിൽ നിന്ന് മൂന്നാർ എത്താൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഇപ്പം ഏകദേശം 50 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി വേണം മൂന്നാർ എത്താനായിട്ട്. കാര്യം ആ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് ആനയിറങ്കൽ ഡാമുണ്ട്. ആ ഡാമിൻ്റെ അവിടെ നിന്നുള്ളൊരു വഴി കൂടെ കയറിയാണ് ഞങ്ങൾ പൂപ്പാറയ്ക്ക് പോയത്. അത് ഏതായാലും ഒരു ബോണസ് ആയിരുന്നു. ഏതായാലും നിങ്ങൾക്ക് അവിടെ എത്താനുള്ള ലൊക്കേഷൻ മാപ്പും അവിടെ എത്തിയിട്ട് ജീപ്പ് ബുക്ക് ചെയ്യാനുള്ള നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു സൺറൈസിന് സാക്ഷ്യം വഹിച്ചെന്നുള്ളൊരു സന്തോഷത്തോടെ ഞങ്ങൾ വിട്ടേക്കുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.